പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുകയാണ്. നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യത്തിന് വലിയ പരാജയമുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ പരാജയത്തിന് ശേഷം രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് വരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിയായ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ, പേരെടുത്തു പറഞ്ഞാൽ ചില പ്രമുഖ വ്യക്തികളടക്കം കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി പോലുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയെ വ്യാപകമായി അങ്ങ് ട്രോളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഈ പരാജയത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും രാഹുൽ ഗാന്ധിയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഈ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകൾ തന്നെ ശ്രമിക്കുന്നത്? അത് വളരെ ലളിതമാണ്. ഞാൻ ഒറ്റ വാചകത്തിൽ പറയാം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മോഡിയുടെ RSSൻ്റെ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് പിണറായി വിജയനെയാണ്, CPM-നെയാണ്. അതുകൊണ്ടാണ് ചില ട്രോളർമാർ KJP എന്ന് പറയുന്നത്. അതിന് വളരെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ പറയാന്ന് പറഞ്ഞാൽ BJPക്കെതിരെ സമരം ചെയ്യാൻ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഇന്ന് വ്യാപകമായുള്ള ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ സംസ്ഥാനങ്ങളിലും ആളുകളുള്ള, ഇപ്പോൾ ബംഗാളിലുള്ള മമതയോ അല്ലെങ്കിൽ അഖിലേഷ് യാദവോ UP-യിലോ അല്ലെങ്കിൽ സ്റ്റാലിനോ, ഇവരൊക്കെ അതത് സംസ്ഥാനങ്ങളിലെ പ്രധാന ആളുകളാണ്. ഇന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വേണമെങ്കിൽ ഒരു MLA ഉണ്ടാകാവുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. BJP കഴിഞ്ഞാൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ യാത്ര നടത്തുന്നതും ഭാരത് ജോഡോയും അതിനുശേഷമുള്ള യാത്രകളും, ഇപ്പോൾ വോട്ട് ചോരി യാത്രയും, വോട്ട് ചോരി എന്ന് പറയുന്ന വളരെ നിർണായകമായ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെ അസ്ഥിവാരം തന്നെ തോണ്ടുന്നു എന്ന് തെളിയിക്കുന്ന 3 പത്രസമ്മേളനങ്ങൾ, ഹൈഡ്രജൻ ബോംബോ ആറ്റം ബോംബോ എന്തോ ആവട്ടെ, ഈ പത്രസമ്മേളനങ്ങളൊക്കെ നടത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യ ഒട്ടേക്ക് യാത്ര നടത്തിയത് രാഹുൽ ഗാന്ധിയാണ്. നോക്കൂ, കേരളത്തിലെ CPM ഇന്ത്യയിലെ CPM-ൻ്റെ ഭാഗമാണെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പരാതി വന്നു. ഇന്ത്യ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ പാർട്ടി കേരളത്തിന് പുറത്ത്, പിണറായി വിജയൻ കേരളത്തിൽ അവരുടെ സ്റ്റാർ ക്യാമ്പയിനറാണ്, ഇന്ത്യയിലെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനർ, മുഖ്യമന്ത്രിയേ ഉള്ളൂ. ഒരൊറ്റ മണ്ഡലത്തിൽ പോലും പോയില്ല. കോയമ്പത്തൂരോ മധുരയിലോ അവരുടെ പാർട്ടി LDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിടത്ത് പോലും പോയില്ല. ഒരു മണ്ഡലത്തിലും പോയില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം സുഖവാസത്തിന് പോയി, കുടുംബസമേതം. സുഖവാസത്തിന് അദ്ദേഹം പോകുന്നതിന് ഒരു വിരോധമില്ല, അത് അദ്ദേഹം എന്താ ചെയ്യട്ടെ. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ബംഗാളിലോ UP-യിലോ ഇനി രാജസ്ഥാനിലെ ഈ CPM-ന് ഇപ്പോഴും ദേശീയ പാർട്ടി എന്ന പദവി കിട്ടുന്നതിന് ഒരേ ഒരു കാരണം രാജസ്ഥാനിലൊരു സീറ്റാണ്. 4 പാർലമെൻറ്റ് സീറ്റ് കിട്ടിയുണ്ട്. അതിൽ 3 എണ്ണം കിട്ടിയത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടാണ്. രാധാകൃഷ്ണൻ ഒഴിച്ചാൽ, കേരളത്തിൽ നിന്നുള്ള രാധാകൃഷ്ണൻ ഒഴിച്ചാൽ ലോക്സഭയിൽ 4 മെമ്പർമാരേ ഉള്ളൂ CPM-ന്. 2 പേർ തമിഴ്നാട്ടിൽ നിന്ന്, അത് കോൺഗ്രസിൻ്റെ പടം വെച്ച് പിടിച്ചതാണ്. രാജസ്ഥാൻ, അവിടെ പിന്നെ സ്റ്റാലിൻ്റെ പടവും കൂടി ഉണ്ടെന്ന് വയ്ക്കാം. രാജസ്ഥാനിൽ ഒന്നുമില്ല, രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാണ് രാഹുൽ അവിടെ ജയിച്ചത്. അവിടെ CPM സിറ്റിംഗ് സീറ്റാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേശീയ പാർട്ടി, അപ്പോൾ CPM ദേശീയ പാർട്ടി ആയിരിക്കണമെന്ന് പിണറായി വിജയനോ കേരളത്തിലെ CPM-നോ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിലൊരു പാർട്ടിയാണ്. ഇപ്പോൾ നോക്കൂ, ബീഹാറിൽ എല്ലാ മുഖ്യമന്ത്രിമാരും പോയി, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ. എന്തിന് സ്റ്റാലിൻ പോയി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ? എന്താ കാര്യം? അവിടെ അദ്ദേഹത്തിന് പോകേണ്ട ഒരു കാര്യമില്ല. ഒരു DMK സ്ഥാനാർത്ഥി പോലും അവിടെ ഇല്ല. നേരെ മറിച്ച് CPM-നും CPI-ക്കും അവിടെ സ്ഥാനാർത്ഥികളുണ്ട്. പിണറായി വിജയൻ ഒരു മണ്ഡലത്തിൽ പോയി പറയില്ല. മോഡിക്കെതിരായി കഴിഞ്ഞ 10 വർഷം ഒരു വാചകം പറയാത്ത ഒരു ഇന്ത്യ മുന്നണി നേതാവ് പിണറായി വിജയനാണ്. നിരവധി കാര്യങ്ങൾ, ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ടതായാലും തൃശ്ശൂർ പൂരം കലക്കിയതായാലും ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ട്, മകളുടെ പേരിൽ കേസുണ്ട്, മകൻ്റെ പേരിൽ കേസുണ്ട്, പാർട്ടി പ്രശ്നങ്ങളുണ്ട്, ശബരിമലയുണ്ട്, കരുവന്നൂരുണ്ട്. ഇതിലൊക്കെ EDയുടെയൊക്കെ സഹായം ഇല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ മോഡിയുടെ കേരളത്തിലെ ഏജൻ്റായി പിണറായി വിജയൻ വർക്ക് ചെയ്യുന്നു എന്നുള്ള സത്യം. ഇപ്പോൾ അവർ വലിയ തോതിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പുതിയ മുഖങ്ങൾ കേരളത്തിൽ CPM തുറക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധ ഇസ്ലാം ഫോബിയ വരുന്ന തരത്തിൽ മലപ്പുറത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പരാമർശം ഹിന്ദു പത്രത്തിൽ വന്ന് ഇന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പിണറായി വിജയൻ പറയുകയാണ് മലപ്പുറത്തെക്കുറിച്ച്. അദ്ദേഹം പിന്നെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു എന്നിട്ടൊരു കാര്യമില്ല, പറയാത്തവർ കൊടുക്കില്ല. അദ്ദേഹത്തിൻ്റെ PR കൊടുത്തു എന്തായാലും. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാവുക എന്നതാണ് BJPയുടെ ലക്ഷ്യവും CPM-ൻ്റെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയാണ് അവരുടെ ടാർഗറ്റ്. മോഡിയുടെ ടാർഗറ്റ് രാഹുൽ ഗാന്ധിയാണ്. മോഡിയുടെ ടാർഗറ്റും നിങ്ങൾ നോക്കൂ, മോഡിയുടെ പ്രസംഗം, ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മോഡിയുടെ പ്രസംഗം കേരളത്തിലെ CPM-കാരുടെ അഭിപ്രായം ഒന്നല്ലേ.
അവരുടെ അവർ ചേർന്ന മുന്നണിയാണെന്ന് ആലോചിക്കണം. ബീഹാറിൽ പരാജയപ്പെട്ടത് ഇന്ത്യ മുന്നണിയാണ്. അതിൽ സന്തോഷിക്കുന്ന CPM, തീർച്ചയായും അവിടെയാണ് പ്രശ്നം. അതിൽ സന്തോഷിക്കുന്ന CPM എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഹുൽ അല്ലെങ്കിൽ കോൺഗ്രസുമാണ് അവരുടെ ശത്രുക്കൾ. ഓക്കെ, കേരളത്തിലെ കോൺഗ്രസ്സുകാരെ കുറിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. പക്ഷേ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നും ഇന്ത്യയിൽ BJPക്കെതിരായി ഉയർന്നു വരാൻ സാധ്യതയുള്ള ഏക ശബ്ദം കോൺഗ്രസിൻ്റെയാണ്. അത് ഉറപ്പല്ലേ? ശശി തരൂരിനെ പോലെയുള്ള ചില ചാടി കളിക്കുന്നവരുണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് രാഹുൽ ഗാന്ധി ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസിലെ RSSകാരെ പുറത്താക്കലാണ് എൻ്റെ ആദ്യത്തെ പണി. അദ്ദേഹം അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പോകേണ്ടവർ പൊയ്ക്കോ, RSS ആണെന്നുള്ളത് നിങ്ങൾ പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല, നമുക്കൊരു വിരോധമില്ല. കാരണം നെഹ്റുവിൻ്റെ കോൺഗ്രസ്, ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആയിട്ട് ഇവിടെ നിൽക്കണം. അത് അല്ലെങ്കിൽ ഇത് കോൺഗ്രസ് നിലനിൽപ്പില്ല. പിന്നെ കേരളത്തിൽ ഇപ്പോൾ PMC ഒപ്പിട്ടു, നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇടതുപക്ഷ മുന്നണി അറിഞ്ഞില്ല, മന്ത്രിസഭ അറിഞ്ഞില്ല. ഇനി മന്ത്രിസഭയിലെ വിവാദമായി, സ്റ്റേറ്റിൽ വിവാദമായിട്ട് LDF തീരുമാനിച്ചു അതിനെതിരെ കത്ത് കൊടുക്കാൻ. 15 ദിവസം എടുത്തു ഒരു കത്ത് വിടുന്ന് പോകാൻ. ഒരു 15 ദിവസം. എന്നിട്ടും ആ കത്തും കൊണ്ടുപോയി കത്ത് കൊടുത്തിട്ട് അവിടുത്തെ മന്ത്രിയെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കണ്ട് ഇതിലൊന്നും ചെയ്യരുത് കേട്ടോ തൽക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടോ. കാരണം അവരവിടെ മറുപടി വരികയാണെങ്കിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, ഈ കത്ത് ഇൻവാലിഡാണ്, കയറി കളയവർ. നിങ്ങൾ കത്തയക്കാൻ യാതൊരു അവകാശമില്ല. കാരണം നിങ്ങൾ ഒപ്പിട്ട കരാറിൽ MOUവിൽ നിങ്ങൾക്ക് പിൻവാങ്ങാൻ ഒരു സംഗതിയില്ല, പിൻവാങ്ങുന്നുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ വോട്ട് ചോരി ആരോപണം വന്നു, പിണറായി വിജയൻ്റെ വായ എന്നൊരു വാക്ക് വന്നു വോട്ട് ചോരിയെക്കുറിച്ച്. ഒരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല, MV ഗോവിന്ദൻ പറഞ്ഞിട്ടില്ല. MA ബേബി ഡൽഹി പോയി പറയും. MA ബേബി കേരളത്തിൽ വന്ന വോട്ട് ചോരിയെക്കുറിച്ച് മിണ്ടാൻ വിഷമം, പിണറായി വിജയനെ പേടിച്ചിട്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPMനെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് BJPയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാന ഏജന്റാണ്. അതുകൊണ്ട് കേരളത്തിലെ BJPക്കാർ വല്ലാത്ത പരിവത്തിലാണ്. കേരളത്തിലെ BJPക്കാർക്ക് ഒരു റോളും ഇല്ല, ഒരു റോളില്ലാത്തവരായി, ഒന്നും ചെയ്യാനില്ല എന്നവർക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ ശബരിമല പോലൊരു വിഷയം വന്നു, BJPക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ശബരിമല മുമ്പ് സ്ത്രീ പ്രവേശനം ഒരു ആചാര വിഷയമാണ്, അതൊരു സർക്കാരിനൊന്നും ചെയ്യാനില്ല. ഒരു മതവിശ്വാസികൾക്ക് അവരുടെ ആചാരം അനുസരിച്ച് ജീവിക്കാം, കൊണ്ടുപോട്ടെ, വേണ്ടേ, സുപ്രീം കോടതി വിധി വന്നു പോട്ടെ. ഇതല്ലല്ലോ. ഈ രാജ്യത്തിൻ്റെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിൻ്റെ കീഴിൽ കഴിഞ്ഞ 7 വർഷമായി ശബരിമലയിൽ കൊള്ള നടക്കുന്നു. അവിടെ നിയമിക്കപ്പെട്ടവർ മുഴുവൻ CPMൻ്റെ ആളുകളാണ്. അവിടെ ഇതുവരെ കേരളം ഭരിക്കുന്നത് CPMൻ്റെ മന്ത്രിമാരാണ്. ഒരു 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 വിഷമം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും കൊള്ള നടന്നിട്ട് അറിഞ്ഞില്ലല്ലോ. ഒരു കേസ് അവരെടുത്തോ? ഇല്ലല്ലോ. ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടല്ലേ ഇപ്പോൾ ഇത് വന്നേ. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നു ഇപ്പോൾ എങ്ങനെ പോകും? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി, ഒരു പെൺകുട്ടി സ്ഥാനാർത്ഥിയാവുന്നതുമായി ബന്ധപ്പെട്ട് ആരാ കേസ് കൊടുത്തേ? മുട്ടടയിൽ BJP ജയിക്കുള്ളൂ, CPM ജയിക്കില്ല. അവിടെ UDFും ജയിക്കില്ല, UDFും ജയിക്കാറില്ല. UDF വളരെ ശക്തമായി മുമ്പോട്ട് വരികയും ഒരു സ്ഥാനാർത്ഥി വയ്ക്കുകയും BJPയുടെ നില പരുങ്ങല്ലാവുകയും ചെയ്തപ്പോൾ CPMകാരൻ പോയി കേസ് കൊടുത്തു. പെൺകുട്ടിക്ക് വോട്ടേഴ്സ് ലിസ്റ്റില്ലാന്ന്. ഹൈക്കോടതി മുഖമടച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് ചെയ്യേണ്ടി വരും, സാങ്കേതിക തകരാറ് വെച്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആ CPMൻ്റെ കാരൻ്റെ വീട്ടിൽ 22 വോട്ടുണ്ട്. ഇത് നമ്മൾ വോട്ട് ചോരിയെ പറ്റി എന്തൊക്കെ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചോ ആ പണി കേരളത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഐലൻഡാണ്. പക്ഷേ ഇത് ഒരു തകരാറുള്ളത് CPIക്ക് ആ നിലപാടുണ്ടോ എന്നുള്ള ചോദ്യം. പിണറായി വിജയനെ പിടിച്ച് കേരളത്തിൽ മിണ്ടാണ്ടിരിക്കാം, ഒരുപക്ഷെ MV ഗോവിന്ദനും മിണ്ടാൻ പറ്റില്ല, MA ബേബിക്കും മിണ്ടാൻ പറ്റില്ല, CPM നേതാക്കൾക്കും മിണ്ടാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് മിണ്ടണ്ടേ, CPI മിണ്ടണ്ടേ? CPI PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് കത്തയച്ചു, ഇനി ഒന്നുമില്ല, വായിച്ചു കത്തയച്ചു, ഒന്നും മിണ്ടാണ്ടിരുന്നാൽ മതിയോ? സുനിൽ കുമാർ എന്ന് പറയുന്ന തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി തോറ്റ് നമ്പി നാനായുധായി അയാൾ പറഞ്ഞു CPM വോട്ട് മറിച്ചു അല്ലെങ്കിൽ പൂരം കലക്കി എന്നൊക്കെ. എന്തെങ്കിലും അന്വേഷണം നടന്നു? 2 പൂരം പറയും, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതാണ് രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുക. രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു കാര്യം അതാണ്, ഏറ്റവും ആക്റ്റീവായി BJPക്കെതിരായി ഇന്ത്യ മുഴുവൻ വർക്ക് ചെയ്യുന്ന ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നുള്ളത് ഏതാൾക്കും അറിയാം. പിന്നെ ഘടകകക്ഷികൾ ചില അഭിപ്രായമൊക്കെ ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. രാഹുൽ ഗാന്ധി അല്ല മറ്റേ ആളാണ് വേണ്ടത്. ഇപ്പോൾ മമതാ ബാനർജിയാണ് വേണ്ടത്. മമതാ ബാനർജി ബംഗാളിന് പുറത്ത് ആരെങ്കിലും അറിയും? മമതാ ബാനർജി ഗുജറാത്തിൽ പോയി സംസാരിച്ച ആരെങ്കിലും അറിയും? മമതാ ബാനർജി മഹാരാഷ്ട്രയിൽ വന്നാൽ ആരെങ്കിലും അറിയും? TV ഫിഗർ എന്നുള്ള അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതാ വേണ്ടത്. അതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത്. ഒരൊറ്റ കാരണം കൊണ്ടാണ് മോഡിയെ സന്തോഷിപ്പിക്കാൻ.